നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ശത്രുക്കൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണോ, അതോ പുറത്തുള്ളവരാണോ, അതോ നിങ്ങൾക്ക് അറിയാവുന്നവരാണോ, സുഹൃത്തുക്കളാണോ? ഇതെല്ലാം ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. വീഡിയോയുടെ അവസാനം ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ പറയുന്നുണ്ട്. അത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ്. ഈ ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നേരിടും. ജീവിതത്തിൽ ഏറെക്കുറെ പ്രശ്നങ്ങളും ഈ ശത്രുദോഷം, ആഭിചാരദോഷം അതൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിയാവാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് നോക്കാം. ആദ്യം പറയട്ടെ, ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങളോട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ്: 2 of Wands, the Tower card, 2 of Pentacles, Ace of Pentacles, the Death card, 9 of Cups, 10 of Cups, Page of Wands, King of Pentacles, the Chariot, the Lovers card, 9 of Wands, 8 of Cups, the Hanged Man, 10 of Swords, 10 of Pentacles. ഇതിനകത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം അതായത് ഒരു വലിയൊരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുടെയും എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തകർച്ചയുടെ ഒരു വക്കിൽ നിൽക്കുന്നു. ഓൾമോസ്റ്റ് കുറേ ആൾക്കാരുടെയും ജീവിതം കൈവിട്ട് പോയൊരവസ്ഥയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാമ്പത്തിക പ്രശ്നം ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ടയേർഡായി, അതായത് ചെയ്ത് മടുത്ത്, ഓരോ കാര്യങ്ങൾ ചെയ്ത് മടുത്ത് നിങ്ങൾ കുഴഞ്ഞുപോയി. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യും തോറും അതിനൊന്നും റിസൾട്ട് ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം, ആ പ്രശ്നങ്ങളെല്ലാം വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് സാമ്പത്തികത്തിലാണ് ഏറ്റവും കൂടുതൽ, സാമ്പത്തികവും ശാരീരികമായിട്ടാണ് നിങ്ങൾ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു നിങ്ങൾക്ക് ശത്രു ഉണ്ടോ എന്ന് ചോദിച്ചതിൽ ശത്രു ഉണ്ട്. ആ ശത്രുദോഷം വന്നിരിക്കുന്ന, ശത്രുദോഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് ദോഷത്തിലപ്പുറമാണ്. ഒരാളുടെ നിങ്ങളെ ആരാണോ ശത്രുവായിട്ട് കാണുന്നത്, അവർ ശത്രുഭാവത്തിൽ മാത്രമല്ല നിൽക്കുന്നത്, നിങ്ങളുടെ ഒരു അന്ത്യം, നിങ്ങളുടെ ഒരു അവസാനം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് കാണുന്നു. അതായത് അത് നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാവാം. ഫാമിലിയിലുള്ള, കൂടുതൽ ഇവിടെ ഫാമിലിയാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കരിയറിൽ നിന്ന്, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ നിന്ന് നിങ്ങളുടെ നേരെ അസൂയ വന്നിട്ട് ചെയ്തിരിക്കുന്ന ഒരു ദോഷമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ദേഷ്യമുള്ള ആരോ, അങ്ങനെയൊക്കെ, അതായത് നിങ്ങളുടെ കരിയറിൽ അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഏതോ ഒരു റിലേറ്റീവ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ശത്രുവായിട്ട് നിന്നിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വഴിയിൽ ഓരോരോ തടസ്സങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് അത് മുടങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഒരുപാട് കടങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നുകൂടുക, ഒന്നിന് പുറകെ ഒന്നായിട്ട് അസുഖങ്ങൾ വന്നുകൂടുക. ഇവിടെ കുറേ പേർക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് മരിച്ചാൽ മതി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ കരുതിയിരിക്കണം. സ്വന്തമായി വാഹനമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ
സൂക്ഷിച്ചും കണ്ടും മാത്രം വണ്ടി ഓടിക്കുക. ആ സമയത്ത് മറ്റ് ചിന്തകളിലേക്ക് കടക്കാതിരിക്കുക, ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇവിടെ ആക്സിഡൻറ്റിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് നല്ല രീതിയിൽ നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിന്, ഹാർട്ട് ഡിസീസ്, അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെസ് എടുക്കാണ്ട് നിങ്ങൾ ആ മരുന്നും മെഡിസിൻസും ഒക്കെ പ്രോപ്പറായിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മരണത്തിൻ്റെ വക്കിൽ വരെ എത്താനുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കാരണം ഇത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഫാമിലിയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ കൂടപ്പിറപ്പായിട്ട് കണ്ടിരിക്കുന്ന ഒരാൾ, അവരിപ്പം മറഞ്ഞു നിന്നിട്ട് ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം, നിങ്ങളുടെ കരിയർ ആവാം, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഡിസിഷൻ ആവാം. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ സക്സസ്സിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണ്ട എന്ന് വെക്കുന്ന അവസ്ഥയാണ് കേട്ടോ കാണുന്നത്. കുറേ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ജീവിതം നിർത്തിയതിന് ശേഷം എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. ഇത് നിങ്ങളുടെ ഈ ഒരു ശത്രുദോഷത്തിൽ നിന്നും വന്നതാണ്. നിങ്ങൾക്ക് വയ്യാതെ നിങ്ങൾ അവിടെ തന്നെ കിടപ്പിലാവുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പുറം മുഴുവനും വേദന എടുത്തിട്ട് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് രാത്രി ഉറക്കത്തിൽ നിങ്ങളുടെ ദേഹം പോലും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെ ശത്രുദോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന എവിടെയാണോ അവിടുത്തെ ഫാമിലി മെമ്പേഴ്സുമായിട്ട്, അത് നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാവാം, ഭാര്യയാവാം, ഭർത്താവാം, അങ്ങനെയുള്ളവരുമായിട്ട് ഭയങ്കര രീതിയിൽ വഴക്കുണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ, ഈ വഴക്കിടുന്ന അവസ്ഥ വരുമ്പോഴത്തേക്ക് നിങ്ങൾ സൈലൻ്റ് ആവാണ്ട്, അതായത് കുറേ ആൾക്കാർ സൈലൻസ് ആയിരിക്കും വെക്കുന്നത്, മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ വഴക്കൊക്കെ അങ്ങ് തീരുമെന്ന്. പക്ഷെ സൈലൻ്റ് ആവാണ്ട് അത് എങ്ങനെയെങ്കിലും രമ്യതയിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീക്വൻസി അത് വലിയ രീതിയിൽ നല്ല ഹൈ ആവും, നല്ല പോസിറ്റീവ് ഫ്രീക്വൻസി ആവുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ആ ഒരു ഫ്രീക്വൻസി കിട്ടുന്നതാണ്. അവരുടെ മനസ്സും ശാന്തമാവാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യം മനസ്സമാധാനമാണ്. ആ മനസ്സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ആദ്യം വിചാരിക്കണം. മനസ്സിലായോ? ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സമാധാനം നിങ്ങളിലേക്ക് കൊണ്ടുവരണം. അത് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾക്കറിയാം. ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത്രയേറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള റീസൺ ഇന്നതാണ്. സോ അപ്പോൾ നിങ്ങളൊന്ന് അലേർട്ടാവണം. അപ്പോൾ നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾക്ക് ഹൈ ആയിട്ട് വെക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു പോസിറ്റീവ് ഓറ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു പോസിറ്റീവ് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ കുടുംബസമേതം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു വഴക്കുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്രയൊക്കെ എഫേർട്ട് ഇടാൻ പറ്റുമോ അത് പരിഹരിക്കാൻ അത്രയൊക്കെ എഫേർട്ട് ഇടുക. ഒരിക്കലും വഴക്കുണ്ടാക്കി, അതായത് വലിയ വായിൽ ഒച്ചയിൽ വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നിട്ടോ അത് പരിഹരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വഴക്ക് വലിയൊരു തകർച്ചയിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങളുടെ ഇത്രയേറെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നടക്കുന്നത് ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ഈ ഒരു വ്യക്തി കണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാരുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയൊക്കെ ഞാൻ അനുഭവിക്കുന്നത്. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അവിടെ അനങ്ങാണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റക്കായിട്ട് നിൽക്കുന്നിടത്തു നിന്ന് നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് ആദ്യം വേണ്ടുന്നത്. നിങ്ങളുടെ മനസ്സിൽ അനാവശ്യ ചിന്തകളുണ്ട്, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ അങ്ങ് മരിച്ചു പോവുക, അങ്ങനെ ഒന്നും ചിന്തിക്കാണ്ടിരിക്കുക.
ചിന്തിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണത്. നിങ്ങൾക്കിപ്പോൾ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് ഒന്ന് മൈൻഡ് റിലാക്സ്ഡ് ആവുക. ആ ഒരു ദിവസം നിങ്ങൾ വർക്ക് ചെയ്യാനോ അല്ലാണ്ട് അനാവശ്യമായിട്ട് കള്ളു കുടിക്കാനോ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക. മൈൻഡ് റിലാക്സ്ഡ് ആവുന്ന എവിടെയെങ്കിലും പോയിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്നെങ്കിൽ ഇരിക്കുക. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഏറ്റവും സ്നേഹമുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയെടുത്ത്, ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണർ ആവാം, അവരുടെ അടുത്ത് ഒന്ന് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താവാം, അവരുടെ അടുത്ത് ഒന്ന് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒന്ന് സംസാരിച്ചിട്ട് എപ്പോഴും വിഷമത്തിനെക്കുറിച്ച് സംസാരിക്കാതെ ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുക. അല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവരോട് പറയാണ്ടിരിക്കുക. അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന പ്രശ്നമാണ്, അതിൽ നിന്ന് എങ്ങനെ പരിഹാരം, അതെന്ത് ചെയ്താൽ നിങ്ങൾക്ക് പരിഹാരം കിട്ടും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് വേണം കൂടുതൽ ഡിസ്കഷൻ നടത്താൻ. പിന്നെ അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു എന്താ പറയണ്ടേ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമാവാം. അത് ഏത് മതത്തിലുള്ള ദൈവമാണെങ്കിലും നിങ്ങൾ കൂടുതലും ദൈവത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ആ ഒരു പ്രാർത്ഥന ഇമ്പ്രൂവ് ചെയ്യുക. മനസ്സിലായോ? കാരണം നിങ്ങളുടെ പ്രാർത്ഥന കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ഇപ്പം എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും ഒരുപാട് തടസ്സങ്ങൾ വന്ന് നിങ്ങളാകെ ടയേർഡായിട്ടിരിക്കുകയാണ്. ആ തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ ടയേർഡാവാതെ നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് വന്നു ചേരേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് തടസ്സങ്ങളുണ്ടെങ്കിലും പണം നിങ്ങൾക്ക് വന്നു ചേരും. ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വന്നു ചേരാൻ തടസ്സം, ആ തടസ്സം മറികടന്ന് പണം കയ്യിലെത്തുന്നില്ല. മറിച്ച് കയ്യിൽ നിന്ന് സാമ്പത്തികം നല്ല രീതിയിൽ പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. ശാരീരികമായിട്ട് അസ്വസ്ഥത വരികയാണ്, എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു തോന്നൽ വരികയാണ്, അസുഖം ബാധിച്ചിരിക്കുകയാണ്. ആ പൈസ നല്ല രീതിയിൽ പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ തടസ്സങ്ങളുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ വന്നു ചേരേണ്ടത്, അത് പണമാവാം, മനസ്സമാധാനമാവാം, ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും തടസ്സം ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കുറേ പേർക്ക് മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് ഉള്ളൊരു മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ആ മടി എന്ന് പറയുന്നത് ഒരുപാട് വേദനകൾ നിറഞ്ഞതും ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും വന്നിട്ടുള്ളൊരു മടിയാണ്. നിങ്ങൾക്കിനി വയ്യ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ വയ്യ, അങ്ങനെ നിൽക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുക. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അവിടെ നിന്ന് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് എല്ലാം യൂണിവേഴ്സിനെ വിട്ടുകൊടുത്തിട്ട് അവിടെ നിന്നൊന്ന് ഉയർത്തെഴുന്നേൽക്കുക. ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. മനസ്സിലായോ? വിശ്വാസത്തോടു കൂടി ചെയ്തു തുടങ്ങുക. അത് നിങ്ങൾക്ക് അത് തടസ്സങ്ങളിലേക്കാണെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അതൊന്നും നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഇപ്പം നിൽക്കുന്ന നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തകർച്ച. ഇപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ തകർച്ച, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ അതും തകർച്ച. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സോൾവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കുറേ ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ നെട്ടോട്ട് ഓടുക, എവിടെ നിർത്തണം എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. ഫുള്ള് ചിന്ത, കൺഫ്യൂഷൻ. ഇങ്ങനെ വെയിറ്റിംഗ് സ്റ്റേജിൽ ഇരിക്കാണ്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ്ട. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ആ വെയിറ്റിംഗ് സ്റ്റേജിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് കിടക്കുക. നിങ്ങളത് വൺസ് ഒന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറേശ്ശെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾക്ക് വന്നു തുടങ്ങും. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഇത്രയും പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അത് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയൊക്കെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് ഇവിടെ ചെയ്തു തരുന്നതാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും നാളും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസാണ് ആവശ്യം.
അങ്ങനെ വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ദോഷം, അതായത് ഈ ശത്രുദോഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ശത്രുദോഷം ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയിട്ടുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ്, അത് റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ശത്രുദോഷം തുടങ്ങിയിട്ട് എത്ര നാളായി, ആണാണോ പെണ്ണാണോ ചെയ്തത്, അത് വെറും ഒരു ശത്രുദോഷമാണോ അതോ ആഭിചാരമാണോ, സ്തംഭനം, ബന്ധനം, ഉച്ചാടനം, അങ്ങനത്തെ വല്ല കൂടോത്രത്തിൽപ്പെട്ട വല്ലതും ഇവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് റീഡിങ് എടുത്താൽ അറിയാൻ സാധിക്കും. അപ്പോൾ റീഡിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ഏത് തരം നെഗറ്റീവ് എനർജിയാണ് ബാധിച്ചിരിക്കുന്നത് എന്നറിഞ്ഞ് നമുക്കതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു റിച്വലിന് വേണ്ടുന്ന എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാം. ഇതിന് വേണ്ടുന്നത് 1 രൂപയുടെ കോയിൻ ഉണ്ടല്ലോ, അതാണ് വേണ്ടുന്നത്. അതിനുശേഷം വേണ്ടുന്നത് കുറച്ച് പനിനീരാണ്. അതിനുശേഷം ഇത് സന്ധ്യസമയത്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ വിളക്ക് കത്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ഏത് മതത്തിലുള്ളവർക്കും ഇത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് ഈ ഒരു കോയിൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. സർവ്വബാധ ദുരിതങ്ങൾ എല്ലാം ഒഴിഞ്ഞുപോയി ഐശ്വര്യം, സമ്പത്ത്, സമാധാനം ഇതെല്ലാം വന്നു ചേരണമേ എന്ന് നല്ല രീതിയിൽ ഈ ഒരു കോയിൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, ഇത് നിങ്ങളെ ഒഴിയണ്ട, ഇതിനകത്ത് കുറച്ച് പനിനീര് തളിക്കുക. പനിനീര് തളിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിന് പുറത്തിറങ്ങി വീടിനും ഒരു 3 തവണ ഒഴിയുക. വീടിനെ ഒഴിഞ്ഞാൽ മതി. വീടിനെ ഒഴിഞ്ഞതിനു ശേഷം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മറ്റംഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ കോയിൻ വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം ചെയ്താൽ മതി. അതായത് നിങ്ങൾ എന്താണോ ചെയ്തത്, അതായത് കയ്യിൽ വെച്ച് നെഞ്ചത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചില്ലേ, ബാക്കിയുള്ള അംഗങ്ങളും അതുപോലെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ കോയിൻ എടുത്ത് ഇറങ്ങിയതിന് ശേഷം വീടിനെ ഒരു 3 തവണ ഒഴിഞ്ഞതിന് ശേഷം പനിനീര് തളിച്ചിട്ട് ഈ കോയിൻ ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് വീട്ടിലോട്ട് പുറത്തിറങ്ങുന്ന ഭാഗം, അങ്ങനെ ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും സൈഡിലോ, റൈറ്റ് സൈഡ് ആവാം, ലെഫ്റ്റ് സൈഡ് ആവാം, എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിട്ടതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 7 ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം 8ാമത്തെ ദിവസം ഇത് കൊണ്ടുവന്നിട്ട് ഒഴുക്ക് വെള്ളത്തിലോ കടലിലോ കളയുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശത്രുവിന് ദോഷം വരണമേ, നിങ്ങൾക്ക് ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ഇരട്ടിയായിട്ട് പോകണം, ഇങ്ങനൊന്നും വിചാരിച്ചിട്ട് ചെയ്യരുത്. അതൊക്കെ ഭയങ്കര ദോഷമാണ്. നിങ്ങളുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടാണ്, നിങ്ങളുടെ വീട്ടിൽ അത് ഭയങ്കര പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ വീട്ടുപേരും നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും, അത് മാത്രം പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നുള്ളത് നോക്കിയതിന് ശേഷം എല്ലാ പ്രശ്നവും പരിഹരിച്ചു തരുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈശ്വരൻ, അതായത് യൂണിവേഴ്സ്, അതെല്ലാം മാറ്റി നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. അത് ഉറച്ച് വിശ്വസിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.